ഒരു ശാന്തമായ താഴ്വരയിൽ ഹിമാലയത്തിന്റെ നിഴലിൽ ദാമെ എന്ന ഗ്രാമം ഉണ്ടായിരുന്നു. പുരാതന പൈൻ മരങ്ങളും മഞ്ഞു പുതച്ച കൊടുമുടികളും അതിനെ വലയം ചെയ്തിരുന്നു. അവിടെ കഥകൾ തലമുറകളിലൂടെ കാട്ടുപോലെ ഒഴുകി നടന്നു. മിറ എന്ന പെൺകുട്ടി അവളുടെ മുത്തച്ഛൻ ഡോർജയോടൊപ്പം താമസിച്ചു. ഓരോ പ്രഭാതത്തിലും അവൾ കുത്തനെയുള്ള വഴിയിലൂടെ കയറും. അവളുടെ ഹൃദയം പർവ്വതത്തിന്റെ രഹസ്യങ്ങൾ കണ്ടെത്താനുള്ള ആവേശം കൊണ്ടാണ് വേഗത്തിൽ മിടിച്ചത്. ഒരു പ്രഭാതത്തിൽ മിറ ഒരു മറിഞ്ഞിരിക്കുന്ന മലഞ്ചെരിവിൽ നിന്ന് നീലപ്പുക ഉയരുന്നത് ശ്രദ്ധിച്ചു. ജിജ്ഞാസയോടെ അവൾ അതിനെ പിന്തുടർന്നു. തണുത്ത കാട്ടിൽ അവളുടെ ശ്വാസം മൂടൽ പോലെയായി. ഒരു മണിക്കൂർ കയറിയ ശേഷം അവൾ ഒരു ഒറ്റപ്പെട്ട വെളിം പ്രദേശത്ത് എത്തി. അവിടെ ഒരു ചെറിയ കൽക്കുടിൽ മഞ്ഞിൽ പുതഞ്ഞ മേൽക്കൂരയോടെ നിന്നു. യാക്രോമക്കുപ്പായം ധരിച്ച ദയനീയമായ മുഖത്തോടു കൂടിയ ഒരു വൃദ്ധ പുറത്തു വന്നു. നിങ്ങൾ മന്ത്രിക്കുന്നവരുടെ വീട് കണ്ടെത്തി, അവർ പുഞ്ചിരിയോടെ പറഞ്ഞു. മന്ത്രിക്കുന്നവരോ? മിറ ആകാംക്ഷയോടെ ചോദിച്ചു. വൃദ്ധ തലയാട്ടി. ഞാൻ പർവ്വതങ്ങളെ ശ്രദ്ധിക്കുന്നു, അവ കഥകൾ പറയുന്നു. വൃദ്ധ പർവ്വതങ്ങളുടെ കഥകൾ പറഞ്ഞു. ഇടിമുഴക്കം പോലെ നൃത്തം ചെയ്ത ഹിമപാതങ്ങളെക്കുറിച്ച്, നിശ്ചലമായ വായുവിൽ ഉയർന്നുപൊങ്ങിയ സന്യാസിമാരെക്കുറിച്ച്, നക്ഷത്രങ്ങളുടെ ഒരു രഹസ്യ തടാകം കാക്കുന്ന ഒരു ഹിമപ്പുലിയെക്കുറിച്ച്. മിറ പതിവായി അവളെ സന്ദർശിച്ചു. ഓരോ തവണയും ആ സ്ത്രീ പങ്കുവച്ച കഥകൾ വളരെ വ്യക്തമായിരുന്നു. അത് മറ്റൊരു ലോകത്തേക്ക് കാലെടുത്തു വെച്ചതുപോലെ തോന്നി. എന്നാൽ ഒരു പ്രഭാതത്തിൽ കുടിൽ ഒഴിഞ്ഞുകിടന്നു, പുക പോയിരുന്നു, നിശബ്ദത മാത്രം അവശേഷിച്ചു. ദാമയിൽ തിരിച്ചെത്തിയ മിറ മുത്തച്ഛനോട് പറഞ്ഞു. ഡോർജ പുഞ്ചിരിക്കുക മാത്രം ചെയ്തു, കണ്ണുകൾ തിളങ്ങി. എല്ലാവർക്കും മന്ത്രിക്കുന്നവരെ കണ്ടെത്താൻ കഴിയില്ല, അദ്ദേഹം പറഞ്ഞു. എന്നാൽ കണ്ടെത്തുന്നവർ കഥകൾ കൊണ്ടു നടക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അന്നുമുതൽ മിറ താഴ്വരയിലെ കഥപറച്ചിലുകാരിയായി മാറി. അവളുടെ ശബ്ദം ഹിമാലയൻ മൂടൽമഞ്ഞിലൂടെ ഉയർന്ന് പുരാതന കഥകളെ കാട്ടിൽ കൊണ്ടു നടന്നു.